ഹായ്, ഹലോ. ഊട്ടി നമ്മൾ എവിടെ പോവാ? എവിടെ പോകുന്ന? അപ്പം അമ്മയും മുക്കൂത്ത്. അങ്ങനെ ഞങ്ങൾ നോസ് പിയേഴ്സ് ചെയ്യാൻ വേണ്ടി ജോസ്കോയിലാണ് വന്നത്. പട്ടം ജോസ്കോയിലാണ് വന്നത്. അപ്പോൾ ബിഫോർ ദാൻ നമുക്ക് 2 നോസ് സ്റ്റഡ് എടുക്കണമായിരുന്നു. പക്ഷേ ഗോൾഡിൽ നോക്കിയപ്പോൾ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഡയമണ്ടിലേക്ക് വന്നു. ഡയമണ്ടിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഗോൾഡിൻ്റെയും ഡയമണ്ടിൻ്റെയും ഒക്കെ റേറ്റ് അത്യാവശ്യം ഭയങ്കര കൂടുതലല്ലേ. അപ്പം ഞങ്ങൾ എടുത്ത 2 റിങ്ങിന് തന്നെ രണ്ടും കൂടെ ഒരു 18-19K ഒക്കെ ആയി. അങ്ങനെ ഞങ്ങൾ റിംഗ് ഒക്കെ സെലക്ട് ചെയ്തു. റിംഗ് അല്ലായിരുന്നു, സ്റ്റഡ് രണ്ടും സെലക്ട് ചെയ്തു. അപ്പം ചേച്ചി ഓൾറെഡി ഒരു സൈഡ് പിയേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരെണ്ണം കൂടെ പിയേഴ്സ് ചെയ്യണമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ക്രീമൊക്കെ ഒന്ന് തേച്ചു. ഒരുപാട് അങ്ങ് വേദന എടുക്കാണ്ടിരിക്കും. ചേച്ചിക്ക് നല്ലപോലെ വേദന എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ ചേച്ചി അതിൻ്റെയൊക്കെ കുറച്ച് ടെൻഷനിലിരിക്കുവാണ്. പിന്നെ നോസ് സ്റ്റഡിൻ്റെ കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് റിംഗ് ടൈപ്പ് ഉള്ളവർക്ക് ഒരുപാട് കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ജോസ്കോയിൽ. പക്ഷെ അതല്ലാത്തവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വാവ കുറച്ച് നേരം സോഫയിലൊക്കെ പോയി കിടന്ന് ഒന്ന് സെറ്റായി. അപ്പോഴേക്കും ആ ചേട്ടൻ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. ചേച്ചിക്ക് ഓൾറെഡി എനിക്ക് തോന്നുന്നു ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷമാണ് ഒരു മൂക്കുത്തി ജസ്റ്റ് ഒന്ന് അയച്ചത്. കാരണം ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് മാറ്റി മേടിക്കണമായിരുന്നു ഡയമണ്ടിലേക്ക്. അത് തന്നെ ഇട്ടപ്പോൾ നല്ലപോലെ വേദനിച്ചായിരുന്നു ചേച്ചിക്ക്. അതിനുശേഷം സെക്കൻഡ് നോസ് പിയേഴ്സ് ചെയ്യാനുള്ള ടൈമായി. ശരിക്കും പറഞ്ഞാൽ എനിക്കിതൊക്കെ കാണുന്നത് ഭയങ്കര പേടിയായിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോൺ വെച്ചിട്ട് ആക്ച്വലി ഞാൻ തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ക്യാമറയിൽ അത് എങ്ങനെ ഫോക്കസ് ആയെന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ശരിക്കും കാണുന്നത് അത് എങ്ങനെയാണ് പിയേഴ്സ് ചെയ്തതെന്നുള്ളത്. കാരണം ഞാൻ തിരിഞ്ഞ് നിൽക്കുമായിരുന്നു. ഇടയ്ക്ക് ചേച്ചീൻ്റെ ഒരു അയ്യോ എന്നുള്ളൊരു വിളി മാത്രമാണ് ഞാൻ കേട്ടത്. കേട്ട ചേച്ചി വിളിക്കുകയാണ്. ആക്ച്വലി നല്ല ഉറക്ക ചേച്ചി ഒന്ന് വിളിച്ചായിരുന്നു. നല്ലതുപോലെ വേദന എടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചി പറഞ്ഞു. പക്ഷേ ചേച്ചിക്ക് ഇന്നത്തെ ദിവസം വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും കുറച്ചിരി കരയൊക്കെ ചെയ്തു. അങ്ങനെ ഫൈനലി ഡൺ വന്ന കാര്യം സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ആൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എന്താണ്, ഞാനാണെന്ന് തോന്നുന്നു ഇൻസ്പിറേഷൻ. കാരണം ഞാൻ 2 സൈഡും മൂക്കുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ചേച്ചിക്ക് കുത്തണം എന്നുള്ളൊരാഗ്രഹം പറഞ്ഞത്. അപ്പം ഇതാണ് ചേച്ചി കുത്തിയതിന് ശേഷം. എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു ചേച്ചി കുത്തിയതിന് ശേഷം. എനിക്ക് അല്ലെങ്കിൽ നോസ് പിയേഴ്സിങ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.